എനിക്ക് തയ്യലിന്റെ ABCD അറിയില്ല. അപ്പനും മകളും വല്യാമ്മയും. അയ്യോ പിന്നെ ഓർക്കണ്ടോന്നോ അല്ലാണ്ട് എന്റെ കാലത്തൊന്നും പഞ്ഞിത്തലോണൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ മൊത്തം ഇങ്ങനെ കടിച്ച് താഴ്ത്തി കിടക്കണം. ഒന്നും മനസ്സിലായില്ല എനിക്ക്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വളരെ സങ്കടമായി. എന്നതാണെങ്കിലും രാത്രിയിലാ സംഭവിക്കണത്. അപ്പൊ ഇത് എന്ത് സംഗതി ഇത് കടിച്ച് കളയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. പൂക്കൾ കടിയില്ലേ. വേറെ സന്തോഷമുള്ള ഒരു സംഗതി കാണിച്ചു തരാം. ഇത് ഇങ്ങോട്ട് വന്നില്ല ആ ജീവി. പ്രേക്ഷകരെല്ലാവരും ചോദിച്ചായിരുന്നു ആ ലൈറ്റിനെ പറ്റി. മഴയുള്ള ദിവസങ്ങളിൽ 3, 3:30 ഞാനേ പഞ്ഞിത്തലോണയില്ലേ പഴയത്, അത് ഇങ്ങനെ പഞ്ഞി പൊട്ടി. അപ്പൊ ഞാൻ ചെറിയ സൂചി എടുത്തിട്ടേ ഒരു നിവൃത്തിയില്ല കോർക്കാൻ. ഇത് ഞാൻ വലിയ സൂചി വേറെ ആവശ്യത്തിന് മേടിച്ചു വെച്ചതാ. അപ്പൊ അതില് ആകുമ്പോ ഹോളിച്ചിരി വലുതല്ലേ, അതിലേക്ക് ഞാൻ കോർത്തേച്ച് തയ്ച്ചു. പക്ഷെ ചെറിയ സൂചിയും കൊണ്ട് തയ്ക്കണ ഏറ്റവും നല്ലത്. എനിക്ക് തയ്യലിന്റെ ABCD അറിയില്ല. ഇവിടെ അമ്മച്ചി തയ്യലിന്റെ ഉസ്താദായിരുന്നു. അതുപോലെ തന്നെ അപ്പ നന്നായിട്ട് തയ്ക്കും, കൈകൊണ്ട് തയ്യലേ. പിന്നെ ഇവക്കും നല്ല, ഇവള് തയ്ച്ചു കഴിഞ്ഞാൽ ഇവിടെ അപ്പ എപ്പോഴും പറയും ഇവളോട്, നീ തയ്ച്ചത് അമ്മച്ചിയുടെ പോലെ കണ്ടിച്ചാൽ പോലും പോവില്ല, ഭയങ്കര മുറുക്ക. എനിക്കതറിയില്ല കേട്ടോ. ഞാൻ കീറിയതൊക്കെ തയ്ച്ചു കൂട്ടുന്നുള്ളൂ, ഉപയോഗിക്കാൻ അത്യാവശ്യ സ്റ്റെപ്പിന് ഇടാന്ന് മാത്രം. പക്ഷെ വൃത്തിയൊന്നുമില്ല. ചെറിയ സൂചിയും കൊണ്ട് തുന്നണത് ഏറ്റവും നല്ലത്. പക്ഷെ എനിക്ക് തുന്നലിന്റെ ABCD അറിയില്ല. കീറിപ്പോയതൊക്കെ ഞാൻ തയ്ച്ചെടുക്കും, അതിന് മാത്രം അതൊക്കെ എടുക്കും. പിന്നെ ഞാൻ 2-3 അണ്ടർസ്കർട്ട് മേടിച്ചതേ ഒരു സ്ഥലത്ത് ഇപ്പൊ അടിക്കാൻ കൊടുത്തേക്കുവാ. അല്ല ഇപ്പൊ മെഷീൻ മേടിച്ചാലും ഞാൻ തയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ വെറുതെ എനിക്ക് തയ്യലിന്റെ അറിയോ ഇല്ല. പിന്നെ വെറുതെ ഇവക്ക് പണ്ട് ചെറുതായിരുന്നപ്പ ഓർക്കണ്ടോ, അപ്പൊ എറണാകുളത്തുനിന്ന് എവിടെന്നോ ഇങ്ങനെ കൈകൊണ്ട് ചെയ്യാവുന്ന ഒരു മെഷീൻ മേടിച്ചത്. നീ അത് ഭംഗിയായിട്ട് ചെയ്യുമായിരുന്നു. ഇപ്പൊ ടൈമില്ല. ഇവിടെ നന്നായിട്ട് തയ്ക്കും. അമ്മച്ചിയുടെ ടാലന്റ് അത്. ഇപ്പൊ ടൈം കിട്ടുന്നില്ല. ഇവര് രണ്ടുപേരും തയ്ക്കും, അപ്പനും മകളും വല്യാമ്മയും. വല്യാമ്മയെന്ന് പറഞ്ഞാൽ ഇവിടത്തെ അമ്മച്ചി കേട്ടോ, ഇവക്ക് വല്യാമ്മ. അപ്പൊ തയ്ക്കുമായിരുന്ന ഇതാ ദേ തയ്ച്ചു കഴിഞ്ഞു. പഞ്ഞി പൊട്ടി പോരാതിരിക്കാൻ തയ്ച്ചതാ. പണ്ട് ഓർക്കണ്ടോ അമ്മച്ചി പഞ്ഞിക്കുരു പിറക്കാൻ? അയ്യോ പിന്നെ ഓർക്കണ്ടോന്നോ, അമ്മച്ചി പഞ്ഞിക്കുരു പിറക്കി ഇവളെ ചുമന്നോണ്ട് നടക്കും പറമ്പില്. എന്നിട്ട് അത് പൊട്ടിച്ച് കായെല്ലാം തിരിച്ച് മാറ്റി പഞ്ഞിയാക്കി എടുത്തേച്ച് തലോണയിലാക്കും. ആ തലോണകളാ ഇത്. അല്ലാണ്ട് എന്റെ കാലത്തൊന്നും പഞ്ഞി തലോണൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ അങ്ങനത്തെ പഞ്ഞി തലോണയുണ്ട്. എന്താ പഞ്ഞിത്തലോണയും പഞ്ഞിക്കടയ്ക്കും ഒരു സുഖം തന്നെയല്ലേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. എത്ര ഫോം ബെഡ് ഉണ്ടെന്ന് പറഞ്ഞാലും പഞ്ഞിയുടെ ഇത് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ടല്ലേ, അത് പറയാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞു. നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി, അതായത് ഓണം സ്പെഷ്യൽ ഫോട്ടോഷൂട്ടിന് പ്ലാൻ ചെയ്ത ഒരു കോർണറാണ് ഇത്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വളരെ സങ്കടമായി. മൈക്ക് കാണാനില്ലല്ലോ. മൈക്ക് അങ്ങനെ ഇച്ചിരി ഒന്ന് ഇറക്കിയിട്ടില്ലെങ്കിൽ മൈക്ക് കാണാം. വേഗം പറയാം, മഴ പൊടിയുണ്ട്. ഞാനില്ലേ മിനിഞ്ഞാന്ന് വന്ന് നോക്കിയപ്പോ ഇതില് ദേ കുറച്ചിങ്ങനെ പൂക്കള് ദേ ഇങ്ങനെ ഞെട്ടല കാണാനില്ല. അപ്പേ ഉണങ്ങി വീണ നമുക്കറിയാലോ ഉണങ്ങുമ്പോ അതിന്റെ അവസ്ഥ. ഉണങ്ങി വീണേക്കണല്ല, അതേ ഇവിടെയൊക്കെ കട്ട് ചെയ്ത് പോലെ കിടക്കണം. അപ്പൊ നോക്കിയപ്പോ താഴത്ത് ദേ ഇങ്ങനെ താഴെ സൂം ചെയ്തതേ മഴ പെയ്തപ്പോ അതെല്ലാം അലുത്ത് പോയതാട്ടോ. ദേ ഇങ്ങനെ വീണ് കിടക്കണം കേട്ടോ. ദേ ഇതെല്ലാം താഴെ വീണ്. ദേ നോക്കി ദേ കടിച്ചിട്ടേക്കണം. ദേ ഞാൻ കാണിച്ചു തരാം. ദേ ഇത് കണ്ടോ, ദേ ഇങ്ങനെ കിടക്കണം. ഇത് ലാവൻഡറിന്റെയാ. ഇതിന്റെ വീണ് കിടന്ന അലുത്ത് പോയി, മഴ പെയ്ത് 2-3 ദിവസമായില്ലേ. പിന്നെ നോക്കിയപ്പോ ഇതിന്റെ ചോട്ടിൽ ഇതിൽ നിറച്ചു പോവായിരുന്നു. മൊത്തം ഇങ്ങനെ കടിച്ച് താഴ്ത്തി കിടക്കണം. ഒന്നും മനസ്സിലായില്ല എനിക്ക് എന്നാ സംഭവം എന്നുള്ളത്. പകലൊന്നും കാണുന്നില്ല കേട്ടോ, നേരം വെളുത്തപ്പോഴാ കണ്ടത്. പിന്നെ ഏറ്റവും സങ്കടം തോന്നിയത് ഈ ചട്ടിയിൽ നമ്മള് വൈറ്റ് വാടാമുല്ല മേടിച്ചിട്ട് ആ വാടാമുല്ല പോണതിന് മുമ്പ് അതിന്റെ അരികളെല്ലാം പാകി പല ചട്ടികളിലാക്കിയായിരുന്നു. എന്നിട്ട് 3 ചട്ടിയിൽ അത് പൂത്തോ. ആ പൂത്ത സംഭവം 3 പൂ ഉണ്ടായിരുന്ന 3 തണ്ടേന്നും അത് കടിച്ച് താഴ്ത്തിട്ട. കടിച്ച് താഴ്ത്തിയിടുന്ന പോയതേ ഈ 3 തണ്ടയിലും അത് കടിച്ചു കളഞ്ഞു. ഈ ലാവൻഡറിൽ കടിച്ചില്ല, എന്നാന്ന് അറിയില്ല. പിന്നെ ദേ അതുകൊണ്ട് ഞാൻ ഒരു വെളുത്ത പൂവുള്ള ചട്ടി ദേ ഇങ്ങോട്ട് വെച്ച്, പൂവുള്ളതാ ഇവിടുന്ന് മാറ്റി വെച്ച്. പിന്നെ 3 പൂവുള്ളത് അവിടെ 4-5 പൂവുള്ളത് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. കാരണം വെള്ളം ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ വേറെ വെള്ളം ഇല്ല നമുക്ക്. വെള്ളം ഞങ്ങൾ വാങ്ങിച്ചതായിരുന്നു ഒരു ചട്ടിയില്, മുളന്തുരുത്തി ചെങ്ങോലപ്പാടത്തെ നഴ്സറിന്ന്. അപ്പൊ ഇത് എന്ത് സംഗതി ഇത് കടിച്ച് കളയണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. പൂക്കൾ കടിക്കണത് എന്താന്നുള്ള കടിച്ചേച്ച് അത് ചുമ്മാ നിലത്തിട്ടേക്കുക. ഈ പിങ്കും ഈ വൈറ്റും ആ പിങ്കും ഒന്നും കടിക്കണില്ല, വാടാമുല്ലയുടെ മാത്രമേ കടിക്കണുള്ളൂ. തേനും ഉണ്ടോ ഇനി? എനിക്കറിയില്ല. അല്ല തേനുണ്ടെങ്കിലും കടിച്ചേച്ച് ചുമ്മാ ഇടുക അതേ നിലത്ത്. ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ അരി വീണ് സ്വയം മുളച്ചതാട്ടോ. ഇത് നമുക്ക്
പറിച്ച് മാറ്റണം. മുറ്റത്തങ്ങനെ നിന്നാൽ ശരിയാവൂല പൂ ഉണ്ടാവണത്. ഇത് സംഭവം എന്നാന്നറിയില്ല, പൂക്കൾ മുഴുവൻ നിലത്തേക്ക് വീഴണ്ട. കാര്യം ഇതാണ്. പിന്നെ ഈ ബൊഗൈൻവില്ല എന്ന് മേടിച്ചാൽ ഇതേ പൂക്കളായി. ലാവെൻഡറാന്ന് തോന്നണം, ഏതാന്നറിയില്ല. ദേ വെട്ടി നിർത്തിയിട്ട് തളിരയില് പൂവായി. വെണ്ട വലുതായി. വെണ്ട മാത്രമല്ല, ദേ പച്ചമുളകൊക്കെ വലുതായിട്ടുണ്ട്. പിന്നെ ദേ ഈ വാടാമുല്ലയും പിടിച്ചു. ഇവിടെ തെന്നലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ദേ ഇതിൽ കൂടെ കയറിയാൽ മതി. ദേ ഈ വാടാമുല്ലയുടെ ദേ ഇവിടെ ഉള്ളത് നന്നായിട്ട് നിപ്പുണ്ട്. ദേ ഇവിടെ കുറേ ഒടിച്ച് ഇങ്ങനെ താഴ്ത്തി വീണ് കിടക്കുമായിരുന്നു പൂക്കള്. ഈ വാടാമുല്ലക്കിട്ടാ കയറി പിടിക്കണത്. എന്നാന്ന് കാര്യം എന്നാന്നറിയില്ല. ഏതോ ഒരു ജീവിയാണ്. എനിക്ക് സംശയം എലിയാണോ? എലി ചെടി കടിക്കുന്നതായിട്ടൊരു അറിവില്ല. എനിക്കറിയില്ല എന്നാന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പറയണം. പൂച്ചപ്പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പൂച്ചപ്പഴം വേനക്കാണല്ലോടി ഉണ്ടോ? പക്ഷെ ഇപ്പൊ ഉണ്ടായിട്ടുണ്ട്. എന്തിയെ ഇടയില് നിക്കണ്. ശരിയാണല്ലോ. അങ്ങനെ നിക്കണ്ട കാര്യം ഇല്ലല്ലോ ഇപ്പൊ. അത് വേനക്കാണ്, സ്കൂൾ അടയ്ക്കണ സമയത്ത് സാധാരണ. ശരിയാ, എല്ലാം കാലം തെറ്റിയല്ലേ ഉണ്ടാവണത്. കാലം കംപ്ലീറ്റ് തെറ്റി. ഇവിടെ ഒരു കാന്താരിച്ചെടി അതിന്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. അവിടെ നിന്ന് പറിക്കണത്. അത് ഈ കൊമ്പിറക്കിപ്പേ എല്ലാ കാന്താരി അവിടെ കിടന്നൊക്കെ ഒടിഞ്ഞു പറഞ്ഞൊക്കെ കൊമ്പയിലേക്ക് വീണൊരു മുളകുണ്ടായി നിന്ന കാന്താരി പോയി. പിന്നെ ഇല്ലേ വേറെ സന്തോഷമുള്ളൊരു സംഗതി കാണിച്ചു തരാം. കൊടുത്തുപോണതേ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ആ വാടാമുല്ലയൊക്കെ ഇങ്ങനെ കടിച്ച് പൂ താഴ്ത്തിട്ടില്ലേ, ആ വെള്ളയുടെയും പൂ താഴ്ത്തിട്ടപ്പോ ഭംഗിയായിട്ട് നിൽക്കണ ഒരു ചട്ടിയിലെ 2 ചോടുണ്ട് കേട്ടോ. അതിലെ പൂവിന്റെ ചെടി ഇങ്ങോട്ട് എടുത്ത് വെച്ചത്. ഇങ്ങോട്ട് വന്നില്ല ആ ജീവി. ഇവിടെ വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. ലാവൻഡറും മജന്തയും ഇഷ്ടംപോലെ തൈകളും പൂക്കളും ഉണ്ട്. വെള്ളയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ള അധികം ഇല്ല. ഞങ്ങൾ മേടിച്ചിട്ട് അരി പാകി കിളിപ്പിച്ച് തൈകളാക്കിയതാ. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം അത് പോയതപ്പ. ഇത് എന്നാന്ന് നമുക്കറിയില്ല. എന്നതാണെങ്കിലും രാത്രിയിലാ സംഭവിക്കണത്. പിന്നെ 10 മണി സോളാറും കൂടെ ഉള്ളതുകൊണ്ട് അവർക്ക് വന്നിരിക്കാൻ സുഖാപ്പ. സോളാറിന്റെ താഴെ ഇരിക്കുന്നതല്ല മുഴുവൻ വെട്ടം. അതിനുശേഷം തുടങ്ങിയത്. ശരിയാട്ടോ, ലൈറ്റിന്റെ താഴെ പിന്നെ ഒരു ജീവിയാ. പ്രേക്ഷകര് അത് സ്ട്രീറ്റ് ലൈറ്റ് പോലെ കത്തുവല്ലേ. പ്രേക്ഷകരെല്ലാവരും ചോദിച്ചായിരുന്നു ആ ലൈറ്റിനെ പറ്റി. മഴയുള്ള ദിവസങ്ങളിൽ 3, 3:30, 3:45 വരെയും നേരിയ ലൈറ്റായിട്ട് കാണുന്നുണ്ട്. ആ സമയം പറയണത് ആ സമയത്ത് ഈ ഇടയ്ക്ക് ബാത്റൂമിൽ പോകാൻ എഴുന്നേക്കുമ്പോൾ അവിടെ വെളിച്ചമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. പിന്നെ വെയിൽ കണ്ടിന്യൂസ് അടിക്കുന്ന സമയമാണെങ്കിൽ 4:30, 5 മണി വരെ നല്ല ബ്രൈറ്റ് ആയിട്ട് കത്തും. ഇല്ലെങ്കിൽ 3, 3:30 ആകുമ്പോൾ നോക്കുമ്പോ ബ്രൈറ്റ്നെസ് കുറവാ, പക്ഷെ കത്തണുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്ക് സൈഡിൽ വെയിലേറെ അടിക്കൂല, അതുകൊണ്ട് എന്നാ വേണ്ടതെന്ന് ആലോചിക്കും. ഇനി മരത്തിന്റെ എല്ലാം കൊമ്പ് ഇറക്കിച്ച് മഴയൊക്കെ മാറുമ്പോ അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ചിലപ്പോ അവിടെയും പിടിപ്പിക്കും, കാണിക്കാൻ നേരം. പക്ഷെ അതിന്റെ താഴെ വന്നിരുന്ന് ഈ ജീവി ഒരു പണി ഒപ്പിക്കണം. എടി അവിടെ ഫുൾ അപ്പൊ പറഞ്ഞ പോലെ ജൂബിലി പെരുന്നാൾ പോലെയല്ലേ ലൈറ്റ് കത്തണ. അപ്പൊ രാത്രിയിൽ കണ്ണ് കാണാൻ പറ്റാത്ത ഏതോ ഒരു ജീവി എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പിന്നെ ആ വെളിച്ചത്തിന്റെ അടിയിലാ മുഴുവൻ കളയണം. പണി അതൊരു പ്രശ്നമായി. പക്ഷെ ഇങ്ങോട്ട് എടുത്ത് വെക്കാന്ന് വെച്ചാലേ ഈ വണ്ടികളെ തിരിക്കല്, പിന്നെ കുത്തനെ മഴവെള്ളം വീഴുമ്പോ ഒക്കെ ചെടിയിലെ പൂക്കൾ അലുത്തു പോകും. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അതാ കുഴപ്പം. ഞാൻ ബിഗോണിയൊക്കെ പിടിച്ചത് വെയിലത്തേക്ക് വെച്ചതേ റീപ്ലാന്റ് ചെയ്തൊക്കെ പിടിച്ചു. രണ്ടാമത് അതെ തിന്നുമല്ലോ കളയണത്. ഇതുണ്ടോ എന്തൊരു വിധി. അതെ ഇതിലെ മുഴുവൻ കളഞ്ഞത്. ഇങ്ങനെ നിറച്ച് പോവായിരുന്നു അതിന് നാശം പിടിക്കാനായിട്ട്. ഈ രാത്രിയാ നേരം വിളക്കുമ്പോ ഇങ്ങനെ കിടക്കും. ഏതോ ജീവി വന്ന് ഇത് മുഴുവനും നമ്മുടെ നശിപ്പിച്ചോണ്ടിരിക്കുക. ഈ പൂക്കള് മാത്രാ കളയണത്. എനിക്കറിയില്ല എന്നാന്ന്. ഇത് ഞാൻ പെട്ടെന്ന് കസ്തൂരി മഞ്ഞൾ എന്നാ പറയാമല്ല, അത് അപ്പറയല്ലേ. ഇതാണ് നമ്മുടെ മാങ്ങ ഇഞ്ചി. മാങ്ങയുടെ ഫ്ലേവർ ഉള്ള ഇഞ്ചി ചമ്മന്തി അരക്കണം. നമ്മള് പിക്കിൾ ഇട്ടിട്ടുണ്ടത്. അതെ അതെ അതെ. മാങ്ങ ഇഞ്ചി കാണാത്തവർക്കാണ് ഞാനിത്. പക്ഷെ അതിന്റെ കിഴങ്ങാണ് കാണാണ്ട. പറിക്കുമ്പോ കാണിക്കാം. കുറെ വീഡിയോയിലുണ്ട്. നമ്മുടെ ചമ്മന്തി സ്പെഷ്യൽസ് എന്നുള്ള പ്ലേലിസ്റ്റില് യൂട്യൂബിൽ എടുത്ത് നോക്കിയാൽ അതിൽ മാങ്ങ ഇഞ്ചി കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ പടം കാണാം നിങ്ങൾക്ക്. കാന്താരി ഇതാണ് അതിന്റെ ചെടി. കൊല്ലത്തെ കാന്താരി മുളകാ. പുഷ്ടിപ്പെട്ട് വന്നം. ഇച്ചിരി ചൂടാറിപ്പോയി. ഇന്ന് വൈകുന്നേരം കഴിക്കാനായിട്ട് എടുത്തേക്കണത് ചേന പുഴുങ്ങിയതും തേങ്ങയും. തേങ്ങ മീത ഇടട്ടെ. ഞങ്ങൾ മീത ഇട്ട് കഴിക്കുന്നത് കൊണ്ടാണ് മീത ഡിസ്പ്ലേ പോലെ. അപ്പൊ ചേന അടിയിലിരിക്കുന്നത് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് മീത തേങ്ങ ഇട്ട് കഴിക്കും. ചിലര് ചേനയുടെ കൂടെ ചമ്മന്തി കൂട്ടി കഴിക്കും. പിന്നെ സൈഡിൽ തേങ്ങ വെച്ച് വേണമെങ്കിൽ ഒടിച്ചൊടിച്ചെടുത്തേച്ച് കഴിക്കും. ഇത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി മീത ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാട്ടോ. എന്റെ വീട്ടിലും ഇവിടെയൊക്കെ ചേന പുഴുങ്ങി കഴിഞ്ഞ് അതിന്റെ കൂടെ ചമ്മന്തി കൂട്ടിയാ കഴിക്കുന്നത്. അല്ല ചമ്മന്തി തേങ്ങ കൂട്ടി. ചമ്മന്തി കൂട്ടി അങ്ങനെ കഴിക്കാറില്ല. ചമ്മന്തി കൂട്ടി ഞങ്ങള്
ഇവിടെയൊക്കെ കഴിക്കുന്നത് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത്, പിന്നെ കപ്പ പുഴുങ്ങിയത്. കാച്ചിലിനും ചേന പുഴുങ്ങിയതിനും ഞങ്ങളുടെ ഈ ഭാഗത്ത് ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് തേങ്ങ ചിരണ്ടിയതാട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ അത് ഫോളോ ചെയ്ത് പോണത്. പലർക്കും പല ടേസ്റ്റുകൾ ഇഷ്ടമായിരിക്കുമല്ലോ. ഞാൻ പറയാറില്ലേ, ഓരോരോ വീട്ടുകളിലെ രീതികളാണല്ലോ അവർ ഫോളോ ചെയ്യുന്നത്. നിങ്ങളൊക്കെ വേറെ രീതിയിലാണെങ്കിൽ അതൊക്കെ കമന്റിൽ പറയുക കേട്ടോ. ഇതിപ്പോൾ വൈകുന്നേരം ഒരു ഷോർട്ടായിട്ട് കഴിക്കുന്നതാണ്. പല പല സംഗതികളും കഴിക്കാനുണ്ടായിരുന്നു. ദേ ഞാലിപ്പൂമ്പഴാണെങ്കിൽ പഴുത്തിങ്ങനെ വല്ലാതെ ഇരിക്കുന്നതേ. സ്മൂത്തി അടിക്കുന്ന സാധനമാണ്. വൈകിട്ട് ഞാൻ ഇന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാ. ഉണ്ടാക്കിക്കോ. അപ്പൊ വേറെ പഴുപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാലിപ്പൂവൻ. അപ്പൊ ഒരു കൊല ഇങ്ങനെ രണ്ട് പെടലയായിട്ടങ്ങ് പഴുപ്പിച്ചെടുക്കണതാണ്. അപ്പൊ ഓക്കെ, നമ്മൾ പുറത്തുനിന്നൊക്കെ വേറെ എന്ത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പക്ഷെ പിന്നെ നമ്മളത് മറന്നു പോകും. പക്ഷെ ഇതുപോലുള്ള നാടൻ ആഹാരങ്ങളുണ്ടല്ലോ, കപ്പ, ചേന, ചേമ്പ്, കാച്ചില്, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാലും വീണ്ടും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഓർക്കും. അത് തന്ന ആളുടെ സ്നേഹം, അത് നൽകിയ രുചി, പോയിസൺ ഇല്ലാത്ത ഭക്ഷണം, ഇതൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്കത്, അല്ലേ? അതാണ് ഈ നാടൻ ആഹാരങ്ങളുടെ ഒക്കെ ഒരു പ്രത്യേകത. ഈ കാച്ചില് പുഴുങ്ങിയത് ഇങ്ങനെ തേങ്ങ ചിരകിയത് കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക രുചി തന്നെയാട്ടോ.